ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ജാപ്പനീസ് പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ജാപ്പനീസ് പാൻകേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എഗ്ഗ് യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ അളവിന് വേണ്ടത് 2 മുട്ടയാണ്. എഗ് വൈറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. ഈ യോക്കിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ പാല്. ഇത് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ചേർക്കണം. നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലവർ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്യാം, അധികം കട്ടകളില്ലാണ്ട്. ഇത് നമുക്ക് പാൻ ഹീറ്റ് ചെയ്യണം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. അതിന് മുമ്പായിട്ട് പാൻ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചെറിയ ചൂടിൽ വേണം ഇടാൻ. ഇനി നമുക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടെ ചേർക്കണം, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് നാരങ്ങാനീരും ചേർക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത് നല്ല സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. അപ്പോൾ എഗ് വൈറ്റ്സ് നന്നായിട്ട് സ്റ്റെബിലൈസ്ഡ് ആവാനായിട്ട്, നമ്മൾ ബീറ്റ് ചെയ്തത് അങ്ങനെ നിൽക്കാനായിട്ട് നമ്മൾ നാരങ്ങാനീര് ചേർക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ഗ്രാജുവലി ചേർക്കണം. എഗ് വൈറ്റ്സ് ഇതേപോലെ സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യുന്നവരെ ബീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് യോക്കിൻ്റെ മിക്സറിലേക്ക് ഇതിൻ്റെ കുറച്ചെടുത്ത് മിക്സ് ചെയ്യാം. ഒരു 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്യാം. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യാം. നമ്മുടെ ഈ പാൻ ചൂടാക്കി വെച്ചേക്കായിരുന്നു. എക്സസ് ഓയിൽ എപ്പോഴും വൈപ്പ് ചെയ്ത് കളയുക. ഇച്ചിരി വെള്ളം ഒഴിക്കാം, സ്റ്റീം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. എന്നിട്ടിത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും കുറച്ച് ബാറ്റർ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. വീണ്ടും കുറച്ച് വെള്ളം. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ടേൺ ചെയ്യാം.
ഇപ്പോൾ ജാപ്പനീസ് പാൻ കേക്ക് എപ്പോഴും ഓർക്കുക, നമ്മൾ സെർവ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഷ്രിങ്ക് ആവും. അപ്പോൾ അതുകൊണ്ട് സെർവ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും സൈഡിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്യാം. ഹണി അല്ലെങ്കിൽ പൗഡർഡ് ഷുഗറാണ്. ഇച്ചിരി പൗഡർഡ് ഷുഗറൂടെ സ്പ്രിങ്കിൾ ചെയ്യുക. കുറച്ച് ബ്ലൂബെറീസ് കൂടെ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലൂബെറീസ് ഫ്രോസൺ ആണ്. അപ്പോൾ ഞാൻ ഫ്രോസൺ വെച്ചിട്ട് സെർവ് ചെയ്യാം. ഫ്രഷ് ആണെങ്കിൽ ബ്ലൂബെറീസോ സ്ട്രോബെറിയോ ഒക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രഞ്ചായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.